ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്. സമയമൊക്കെ കിട്ടിയില്ല. എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ജോബിന് പോകുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ അത് വന്നത് തന്നെ പിന്നെ കുഞ്ഞുങ്ങളുണ്ട്, 2 പേരുണ്ട്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എനിക്കങ്ങനെ സമയം കിട്ടാനില്ല. അപ്പോൾ ഇന്നൊന്ന് സമയം കിട്ടിയപ്പോൾ ഞാനൊന്ന് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുവാണ്. എല്ലാവരും പെട്ടെന്ന് പോയി എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, ലൈക്ക് ചെയ്തേ, ഷെയർ ചെയ്തേ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി സ്റ്റോറിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു കുഞ്ഞായിരുന്നു മോൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വലിയ സിംറ്റംസ് ഒന്നും അങ്ങനെ തോന്നിയിരുന്നില്ല. വലിയ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. എനിക്ക് പ്രഗ്നൻ്റ് ആണെന്നോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയുന്നത്, എനിക്ക് തൊണ്ടയിൽ എനിക്കൊരു ഭയങ്കര ഒരു തടുപ്പും കാര്യങ്ങളും ഒക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫെബ്രുവരി അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊന്ന് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നതെന്ന് എനിക്ക് തോന്നലാന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണിച്ചു. അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞു. ഞാൻ അന്ന് എൻ്റെ ഹസ്ബൻഡ് ഈറോഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈറോഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയി കണ്ടതും ഒക്കെ ചെയ്തത്. അപ്പോൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ തൊണ്ടയുടെ തടുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മോൻ്റെ ടൈമിൽ. അപ്പോൾ ഞാൻ തൈറോനോ 25 ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അത് ഒരു ഡോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അതങ്ങ് കുറഞ്ഞു. അപ്പോൾ പിന്നെ നിർത്തിക്കോളാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ. അപ്പോൾ മോൻ്റെ ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ചിക്കനും മീനും ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2.5 മാസം പോലും എനിക്ക് അങ്ങനെ കഴിക്കാൻ സ്മെല്ലടിക്കുമ്പോഴേ എനിക്ക് വേണ്ടാത്ത ഒരു ഇതായിരുന്നു. പിന്നെ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു 4.5 മാസം വരെ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു മോൻ്റെ. പിന്നെ ചോര വരെ വന്നിട്ടുണ്ട്, ഛർദ്ദിച്ച്. അപ്പോൾ എന്താ പറയണ, ചായ കുടിക്കും, ഛർദ്ദിക്കും, ഇങ്ങനെ പിരിഞ്ഞു പോകലാണ്. അങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ അച്ഛനും അമ്മയൊക്കെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങളുണ്ട് ഒരു ഒറ്റയ്ക്കല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് കാരണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 7.5 മാസം വരെ എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വത്സര നഴ്സിംഗ് ഹോമിലായിരുന്നു എൻ്റെ ഡെലിവറി നടന്നത്. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ അടുത്ത ഹോസ്പിറ്റലാണ് വത്സര നഴ്സിംഗ് മോൻ്റെ നടന്നത്. അങ്ങനെ 7.5 മാസം കഴിഞ്ഞപ്പോൾ മോന് കിടക്കുന്നിടത്ത് ഫ്ലൂയിഡ് ഇല്ല എന്നും പറഞ്ഞിട്ട് ഫ്ലൂയിഡ് കുറവായിട്ട് കുറച്ച് മരുന്നുകളൊക്കെ അവർ തന്നായിരുന്നു. ഫ്ലൂയിഡ് കയറ്റാൻ വേണ്ടിയിട്ട് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്നെ നോക്കിയ ഡോക്ടർ അനിത ഡോക്ടറാണ്. നല്ലൊരു ഡോക്ടറാട്ടോ അനിത ഡോക്ടർ, നല്ലൊരു ഡോക്ടറാണ്. അപ്പോൾ എന്താ പറയണേ, ഡോക്ടർ അതുപോലെ തന്നെ നോക്കുകയും എല്ലാം ചോദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ എന്താ പറയണ ഒരു 7.5 മാസം കഴിഞ്ഞ് 7.25 ആയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ചൊറിച്ചിൽ വന്നായിരുന്നു. കയ്യിലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എന്താ പറയണ, ഇങ്ങനെ തടിച്ച് വരും. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, തടിച്ച് വരും. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ അഡ്മിറ്റായി. പിന്നെ ഡിസ്ചാർജായി വന്നു. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയണ, ഒരു 9 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഒട്ടും ഇതില്ല. അങ്ങനെ ഹസ്ബൻഡ് അന്ന് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന ടൈമിൽ ഇങ്ങനെ കൈയങ്ങ് ചൊറിഞ്ഞങ്ങ് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ റാഷസ് ഉണ്ടാവും, അപ്പോൾ അതുടനെ തന്നെ കൊണ്ടുവന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അന്നത്തെ ദിവസം ഞങ്ങൾ ഉറക്കിയില്ല. അന്ന് അമ്മയുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ 2 പേരും ഉറക്കിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും എഴുന്നേറ്റേ അല്ലേ, നമുക്കൊന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നടക്കാൻ പോയി. ഇനി ഒരു ചൊറിച്ചിലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോയി കാണിക്കാമെന്ന് പറഞ്ഞു. അന്നൊരു എന്താ പറയണ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അന്ന് വാസ്തവം പറഞ്ഞാൽ അന്ന് പോയിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ഭയങ്കര കൂടുതലായിപ്പോയി. എനിക്ക് 440 എങ്ങാണ്ട് വന്നു ആൽക്കലൈൻ ഫോസ്ഫേറ്റ്. അത് കഴിഞ്ഞിട്ടും ചൊറിച്ചിലൊന്നും നിൽക്കണില്ല. അന്ന് ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ കുറേ ഇതിലിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് പിന്നെ അപ്പോഴത്തേക്കും പിന്നെ ഒട്ടും പറ്റില്ല എന്ന് വന്നപ്പോൾ എനിക്ക് ഒക്ടോബർ 24-ാം തീയതി ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് വന്നത്. പക്ഷേ ഒക്ടോബർ 11-ാം തീയതി വന്നു. എനിക്ക് പെട്ടെന്നായിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ. അങ്ങനെയാണ് ഒക്ടോബർ മാസം 11-ാം തീയതി തിരുവോണ നക്ഷത്രമാണ് അവൻ്റേത്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തു. അന്നാണെങ്കിൽ പുലിമുരുകൻ റിലീസ് വന്നു കേട്ടോ. ഹസ്ബൻഡാണിങ്ങനെ റിലീസ് ആകുമ്പോഴത്തേക്കും അന്നേരം തന്നെ പോകണം. ഹസ്ബൻഡ് പുറമെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ പുലിമുരുകൻ കാണാനും പോകണം. അതൊക്കെ കൊണ്ട് വല്ലാത്തൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ മോൻ 11:34 മോൻ്റെ സമയം, ജനന സമയം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞും ഞങ്ങൾ എല്ലാവരും കയറി കണ്ടു. അപ്പോൾ എനിക്ക് ഇച്ചിരി വിറയലുണ്ടായിരുന്നു. അതെന്താ വന്നതെന്ന് എനിക്കറിയില്ല. വിറയലുണ്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. സിസേറിയൻ കഴിഞ്ഞ സമയത്തും എനിക്ക് വേറൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, വൈകുന്നേരം ആൾക്കാരെ കാണാൻ കയറ്റുമല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എന്താ പറയണ, പിന്നെ സിസ്റ്റർക്കും ഡോക്ടർക്കും ഒക്കെ ലഡ്ഡു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പുറമേ ഹസ്ബൻഡ് കാണും, അപ്പോൾ ഒന്ന് ലഡ്ഡു വാങ്ങിച്ചു കൊടുക്കണേന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കളിയാക്കുമായിരുന്നു. കാര്യം നല്ല ഫ്രണ്ട്ലി ഡോക്ടറും സിസ്റ്റേഴ്സും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നിയില്ല ലേബർ റൂമിൻ്റെ അകത്തേക്ക് മാറ്റിയപ്പം. സിസേറിയനായിരുന്നു ഫസ്റ്റ്. അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞ് മോഷൻ പാസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് കുഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നത്. അതായിരുന്നു മോൻ്റെത്. മോള് 2019 മോള് 2.25 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ രണ്ടുപേരും തമ്മിൽ. മോളുടെ വലിയ കുഴപ്പങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ബഹളങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല. മോൾക്ക് 4 മാസം മുതൽ എനിക്ക് 4 മാസമായപ്പം മുതൽ ഷുഗർ കൂടാൻ തുടങ്ങിയായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഫുഡുകളെല്ലാം കഴിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് പിന്നെ ഇതുപോലെ തന്നെയാണ്. മോളുടെ സമയത്തും എനിക്ക് ചൊറിച്ചിലായിരുന്നു. പക്ഷേ റാഷസ് ഒന്നുമില്ല കേട്ടോ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മോളുടെ സമയത്ത് ജൂബിലി ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിരുന്നത്. ഒരു ജെൻസ് ഡോക്ടറാണ് അവിടുത്തെ, നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. ഡോക്ടറിൻ്റെ അടുത്തായിരുന്നു ഞാൻ പോയി കണ്ടത്. അപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഡോക്ടറെ പോയി കാണും. ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ ഞാനിവിടെ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ 7 മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. അങ്ങനെ ജൂബിലിയിലാണ് ഞാൻ അവിടെ പോയാണ് കാണിച്ചത്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്താ പറയണേ, അപ്പോൾ ഇങ്ങനെ ചൊറിച്ചിൽ വരുന്ന കാരണം കൊണ്ട് നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെ എന്താ പറയുക, ഫുഡിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഫുഡിൻ്റെ പ്രശ്നമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞൊന്നും പറഞ്ഞില്ല. ഡോക്ടറിൻ്റെ പേര് ശശികുമാർ എന്നാണ്. ജൂബിലിയിലാണ് ഡോക്ടറിൻ്റെ പേര്. ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ 2019 മോളുടെ ഡെലിവറി. അപ്പോൾ അന്നേരം ഡോക്ടർ ഉണ്ടായിരുന്നു. നല്ലൊരു ഡോക്ടറാട്ടോ. അങ്ങനെ എന്താ പറയണ, പൈസ കളഞ്ഞ് അവിടെ അഡ്മിറ്റ് ആവാനോ അങ്ങനെയൊന്നും ഡോക്ടർ പറയില്ല. എത്ര രാത്രി വിളിച്ചാലും ഡോക്ടർ വരുമായിരുന്നു. അങ്ങനെയാണ് ഫെബ്രുവരി മുതലേ ഞാൻ കയറാൻ തുടങ്ങിയതാണ്. പക്ഷേ അത് കഴിഞ്ഞ് മാർച്ചായപ്പോഴും എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മോൾക്ക് നല്ല തൂക്കം ഉണ്ടായി ആ ടൈമിൽ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായി ഇങ്ങനെ വന്നു. പിന്നെ ഡോക്ടർ ഷുഗർ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ തന്നെ കൂടുതലായിരുന്നു. അങ്ങനെ പിന്നെ അത്യാവശ്യത്തിന് ഡോക്ടർ മരുന്ന് അങ്ങനെ തന്ന് അങ്ങനെ കുറച്ച് വന്നു. അങ്ങനെ ആയപ്പോൾ മാർച്ച് 17-ാം തീയതി ആയപ്പോൾ എനിക്ക് ഒട്ടും പറ്റണുണ്ടായില്ല. അങ്ങനെ പിന്നെ മാർച്ച് 18-ാം തീയതി ആയപ്പോൾ എന്താ പറയുക, സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ നല്ലൊരു ഡോക്ടർ കേട്ടോ. രാഹുകാലത്തിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അന്ന് എന്താ പറയുക, പെട്ടെന്നായിരുന്നു. രാത്രി അഡ്മിറ്റായി. ഫാസ്റ്റിംഗ് 18-ാം തീയതി നോക്കി, രാവിലെ ഫാസ്റ്റിംഗ് നോക്കി. അന്നേരം കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹസ്ബൻഡൊക്കെ ഇവിടെ ആയിരുന്നു, ജോലി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് വരണ്ടേ. പെട്ടെന്നായിരുന്നു വിളിച്ച് പറഞ്ഞതൊക്കെ. എന്നാലും പുള്ളിക്കാരനെ ഓടിയെത്തി കേട്ടോ. എത്തി എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആൺകുട്ടിയായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു, അയ്യോ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. 2 ദിവസം. അപ്പോൾ ഡോക്ടറിനോട് പറയുന്നുണ്ട് 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നാളായി. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് എന്താ നാള് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ നാളെ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്ന, അയ്യോ അത്ത നക്ഷത്രമാണെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഡോക്ടറിന് ഇന്നത്തെ നക്ഷത്രം കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ആയില്ല നക്ഷത്രമാണ് മോള് എന്ന് പറഞ്ഞു.
മോളങ്ങനെ മാർച്ച് 18 മോള് സിസേറിയനായിരുന്നു. രാവിലെ തന്നെ ആയിരുന്നു മോള് 10:23 മോള് ജനനം. അങ്ങനെയാണ് മോളുടെ ഡെലിവറി ഉണ്ടായത്. മോളുടെ സമയത്തും എനിക്ക് ഛർദിലൊക്കെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല. മോൻ്റെ അത്ര എനിക്ക് ഉണ്ടായിരുന്നില്ല. മോളുടെ ടൈമിൽ ഛർദിലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ഫുഡും കഴിക്കാൻ ഒന്നിനോടും ഒരു എന്താ പറയണ ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ടില്ല. പിന്നെ 2 ഡെലിവറിക്കും എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ എനിക്ക് ഇത് കഴിക്കാൻ തോന്നണു എന്നങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മോളുടെ സമയത്താണ് എനിക്ക് മധുരം, അവളെന്നെ കൊണ്ട് മധുരം മുഴുവനും തെറ്റിച്ചു കേട്ടോ. മധുരം കഴിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതായിരുന്നു മോള്. മോൻ്റെ സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എന്താ പറയണം, ആ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നത് ഷവർമ്മയായിരുന്നു കഴിച്ചിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമായിരുന്നു അതിപ്പോൾ കിട്ടിയാലും കഴിക്കും കേട്ടോ ഷവർമ്മ. അങ്ങനെയായിരുന്നു. എന്താ പറയുക, അപ്പം നല്ലൊരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ ജൂബിലി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈ ഡോക്ടർ നല്ല ഡോക്ടറാണ്. പിന്നെ എന്താണ്, അനിത ഡോക്ടറും നല്ല ഡോക്ടറാണ്. ഡോക്ടർ ഇപ്പോൾ GG ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ 2 ഡോക്ടർമാരെ നിങ്ങൾ കൺസൾട്ട് ചെയ്താലും നല്ലതാണ്. എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ ഒരു ഇതില്ല. നല്ല കെയറിങ് ആയിട്ടുള്ള 2 ഡോക്ടേഴ്സാണ്. ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിലുള്ള എൻ്റെ ഇത്. പിന്നെ ഞാൻ എന്താ പറയണേ, ഇഷ്ടംപോലെ പാട്ട് കേൾക്കുമായിരുന്നു, ഡാൻസ് കളിക്കുമായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായില്ല. ക്ഷീണം അങ്ങനത്തെ ഒരു ഇതുണ്ടായില്ല. പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രഗ്നൻസിക്ക് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. അത് സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. എനിക്ക് അതുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ എന്താ പറയുക, ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ടാറ്റാ.